ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ സൈബർ ആക്രമണ പരാതിയിൽ നടപടി ആരംഭിച്ച പോലീസ് യൂട്യൂബർമാരെയും ലോറി ഉടമ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ കമന്റ് ഇട്ടവരെയും കുറിച്ചാണ് അന്വേഷണം. മനാഫിനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. കുടുംബം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേര് പരാമർശിക്കുന്നില്ല. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, മനാഫിന്റെ പേര് എഫ്ഐആറിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണോ പോലീസ്? അനുജ, ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ശേഷവും ഈ അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം തുടരുകയാണ്. അത് നിർത്തലാക്കാൻ, അത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം തേടുന്നത്. ഈ അതിരൂക്ഷമായ രീതിയിൽ കുടുംബത്തെ ചിത്രീകരിക്കുകയും മോശം കമന്റ് ഇടുകയും ചെയ്ത യൂട്യൂബർമാരുടെ വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. അതുമാത്രമല്ല, ഈ മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്കടിയിൽ കമന്റ് ഇട്ട ആളുകളുടെ വിവരവും പോലീസ് ഈ ഘട്ടത്തിൽ തേടുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചില യൂട്യൂബർമാരെ പോലീസ് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ IP അഡ്രസ്, ഇമെയിൽ വിലാസം, ഫോൺ നമ്പറുകളാണ് ഈ ഘട്ടത്തിൽ തേടുന്നത്. സൈബർ പോലീസിന്റെ സഹായത്തോടെ ഉടൻ തന്നെ ഗൂഗിളിന് ഇത് സംബന്ധിച്ച മെസ്സേജ് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും യൂട്യൂബർമാർക്കെതിരെയും ഈ കമന്റ് ഇട്ട വ്യക്തികൾക്കെതിരെയും നടപടി ഉണ്ടാവുക. മറ്റൊരു സംഭവം, ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത കേസിൽ മനാഫിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. ഇന്നലെയാണ് അർജുന്റെ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ഈ മൊഴിയിലും പരാതിയിലും മനാഫിന്റെ പേര് കുടുംബം പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മനാഫിന്റെ പേര് എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മനാഫിനെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അന്വേഷണം പുരോഗമിക്കുമ്പോഴും ഒരു ഭാഗത്ത് കുടുംബത്തിന് നേരായ സൈബർ ആക്രമണം തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും. അനുജ, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.